ഈ മോദി വന്ന കഥ പറഞ്ഞു. മോദി വളരെ ഒരു കറക്റ്റ് കാര്യം സാധിക്കുന്ന തരത്തിൽ തന്നെ വരുന്നത്. അതിൻ്റെ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ഈ ഗുജറാത്തിൻ്റെ സ്റ്റേറ്റ്, അപ്പോൾ അദ്ദേഹം അവിടെ ഒരു പേരുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അദ്ദേഹം 14-ലാണല്ലോ നാഷണൽ ഇലക്ഷൻ ജയിച്ചു വരുന്നത്. സ്റ്റിൽ സെവറൽ ഇയേഴ്സ് ആഫ്റ്റർ ഞാൻ അവിടെ നിന്ന് വിട്ടതിനൊക്കെ ശേഷം. ഞാനീ പറയുന്ന 9-ലെ സീനാണ്. 9-ലെ സീനിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗുജറാത്തിന് 2 റെസിഡൻറ്റ് റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്. അവർ വളരെ സീനിയർ ഓഫീസേഴ്സാണ്. ഒന്ന് എനിക്ക് തോന്നുന്നു ചീഫ് സെക്രട്ടറി ഗ്രേഡ്, ഒരാൾ പ്രിൻസിപ്പൽ സെക്രട്ടറി ഗ്രേഡ്. ഈ ഭക്ഷ്യ മന്ത്രാലയത്തിൽ നിന്ന് ഉത്തരവുകൾ, ഗുജറാത്തിൻ്റെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ട് അവർ വരും. അത് തീരെ ജൂനിയറായ പ്രൈവറ്റ് സെക്രട്ടറിയായി എന്നെ കാണാനായിട്ട് അവർ വരും. ഇത്തിരി എംബാരസിങ്ങുമാണ്, കാരണം ഇത്രയും സീനിയറായ ആളും നമ്മുടെ മുറിയിലിരിക്കും. എന്നിട്ട് അവർ പറയും ഇന്ന ഓർഡർ കിട്ടാനുണ്ട്, ഇന്ന സെക്ഷനിൽ കിടക്കുകയാണ്, നിങ്ങളൊന്ന് കോർഡിനേറ്റ് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിളിച്ച് സെക്ഷൻസ് ജോയിൻറ്റ് സെക്രട്ടറീസിനെ വിളിച്ച് ആ OM കളക്ട് ചെയ്ത് അതിൻ്റെ കോപ്പി നേരത്തെ അഗ്രി ചെയ്തായിരിക്കും. പക്ഷേ ഈ ഫയൽ ഓടാൻ സമയം എടുക്കുമല്ലോ. അപ്പോൾ ഇതെടുത്ത് കുറച്ച് വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറയും, സാർ ഒരു കാര്യം ചെയ്യും, പ്ലീസ് ഡോണ്ട് വെയിറ്റ് ഹിയർ. നമ്മൾ 2 കോഫി കുടിച്ച് കഴിയുമ്പോഴേക്കും പിന്നെ നമുക്കൊരു ജാം വന്നല്ലോ അവിടെ. അപ്പം ഞാൻ പറയും, സാർ ഭവനിലോട്ട് പോയിക്കോ, ഐ വിൽ സീ ടു ഇറ്റ് ദാറ്റ് ഇറ്റ് ഈസ് ഡെലിവേർഡ് ടു. നോ 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 ആ പരിപാടിയില്ല, സമ്മതിക്കത്തില്ല. 5 മണിക്ക് ഇത് പിന്നെ ഗാന്ധിനഗറിൽ ഫാക്സ് കൊടുത്തില്ലെങ്കിൽ എൻ്റെ തലവെട്ടി പോകും. നീ എന്ത് തന്നെ നിനക്ക് തോന്നിയാലും ഇത് മേടിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കൃത്യം. 5 ബജെ ഓർഡർ കാണണം അവിടെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, അത്ര സീനിയറായ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് പോലും പ്രഷറാണ് പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ. പിന്നെ നമ്മൾ എങ്ങനെയെങ്കിലും ഓടി നടന്ന് അവിടെ നിന്ന് കടലാസ് മേടിച്ച് കൈ കൊടുത്താലേ പുള്ളി അവിടെ നിന്ന് യാത്രയാകത്തുള്ളൂ. ഒരുപാട് ദിവസം ലഞ്ച് മേടിച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഗുജറാത്തിൻ്റെ ഡൽഹി റെപ്രസെൻറ്റേറ്റീവ്. അല്ല, ഇദ്ദേഹത്തോട് മോദിയോട് നേരിട്ട് സംസാരിക്കേണ്ടി ആ സമയത്ത്? ഇല്ല, ഒരിക്കലും അങ്ങനൊന്നുമില്ല. അത് അങ്ങനത്തെ രീതിയില്ല. വരുന്നു, ഞാൻ ഏറ്റവും അടുത്ത് അല്ല അവർ സംസാരിക്കുന്നത്, അവർ CM അഡ്രസ് ചെയ്യുന്നത് ഡയസിലോടല്ലേ. നമ്മൾ പിന്നണിയിലിരിക്കുന്ന ചെയ്യാനില്ല. എൻ്റെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റിന് പോലും ഒരു റിപ്ലൈ കൊടുക്കേണ്ട ചാൻസ് വരില്ല. കാരണം അന്നത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഇദ്ദേഹം ഇങ്ങനെ ഒരു റൈസിങ് സ്റ്റാർ അറിയാലോ, അപ്പോഴേ അറിയാം അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് റിപ്ലൈ ചെയ്യുന്നത് PM ആവുമെന്ന് അറിയില്ലെങ്കിലും എവറിബഡി നോസ് ദാറ്റ് ഹീ ഈസ് ദ ചലഞ്ചർ. അപ്പോൾ പ്രണബ് മുഖർജി സാബ് മാത്രമേ പുള്ളിയെ നേരിടുള്ളൂ. പ്രണബ് ആൻസർ ചെയ്യും പുള്ളിയെ.